അയ്യപ്പനെ കുറിച്ചിട്ടൊന്നും പറയാൻ പാടില്ല. മോശം തന്നെയാണ്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇതാണ് ഞങ്ങൾക്ക്. ഒരു പാർട്ടിയും അയ്യപ്പനെ പറ്റി ഒന്നും ചെയ്യാൻ പാടില്ല. അല്ല, അതിനോട് താല്പര്യമില്ല. ഒരു ഭഗവാന്റെ കാര്യങ്ങളല്ലേ, അതിപ്പോൾ അവർ രാഷ്ട്രീയപരമായിട്ട് ഒരു മുതലെടുപ്പിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് തോന്നുന്നു മൊത്തത്തിൽ. അത് സ്വാമിശരണത്തിനോ അയ്യപ്പനെ രക്ഷപ്പെടുത്താനോ അല്ല. അത്ര നല്ലൊരു പാട്ടിനെ വികലമായി പോയി എന്ന് തന്നെ പറയാനുള്ളൂ. അല്ല, നമുക്ക് രാഷ്ട്രീയമല്ല, അതിനപ്പുറം അതിനകത്ത് എന്താ അടങ്ങിയിരിക്കുന്നതെന്നുള്ളതല്ല. പകരം ഒരു നല്ലൊരു പാട്ടായിരുന്നു. ആ പാട്ടിനെ അത് ചിത്രീകരിച്ചത്, പിന്നെ അതിനകത്ത് ശാസ്താവ് അയ്യപ്പനെ കയറി വരുന്നത് വളരെ വികലമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. சாமியே சரணம் ஐயப்பா. ஐயா வீரமணி பழைய பாடகர். ஓல்டு சாங் ரொம்ப நல்லா இருக்கும். மக்கள் விரும்பி கேட்பாங்க. கேரளாலையும் கேட்பாங்க, கர்நாடகாலையும் கேட்பாங்க, தமிழ்நாட்டிலையும் கேட்பாங்க. பள்ளிக்கட்டு சபரிமலைக்கு கல்லு முள்ளு காலுக்கு மெத்தை, இது உண்மையான சென்டென்ஸ், வார்த்தை. அதை ஒரு கொச்சமாவோ மாற்றியோ அவதூறாக பேசக்கூடாது. அவர் இருந்தால் அவர் மனசு எவ்வளோ கஷ்டப்படும். நம்மளை பற்றி ஒரு வார்த்தை தவறாக சொன்னால் மனசு கஷ்டப்படும். இதே ஒரு வாரத்துக்கு முன்னாடி சபரிமலையில் கூட்டம் நிறையன்னாங்க, ஃப்ரீயாக இருக்குது. இன்றைக்கி நாங்கள் வந்த நேரம் அவருடைய பாட்டு அருமையான பாட்டு, மக்கள் വിരുമ്പി കേൾപ്പാങ്ക. നിങ്ങൾ അത് നല്ലപടിயாக செயல்படுங்க. സ്വാമി സാമി അതൊരു വല്ലാത്തൊരു വിഷയം തന്നെയാണ്. കാരണം നമ്മൾ രാഷ്ട്രീയം വേറെ ഭക്തി വേറെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഈ ഭക്തിഗാനം പ്രചരിപ്പിച്ചിട്ട് ജനങ്ങളെ മനസ്സ് ഒരു എന്താ പറയുക, ഒരു വർഗീയ രൂപത്തിലേക്ക് മാറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ മോശമായിപ്പോയ സംഭവം. കാരണം ഭക്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല. അത് ഭക്തിയായിട്ട് തന്നെ അതിനെ വിട്ടുകൊടുക്കണം. കാരണം ഇപ്പോഴത്തെ സ്ഥിതിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 80% യുവാക്കളായിക്കോട്ടെ എല്ലാവരും ഭക്തിയിലേക്ക് വന്നിട്ടുണ്ട്. അത്രയും ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു പ്രചാരണം കൂടിയായി വരുന്നിടത്ത് അതൊരു വല്ലാത്തൊരു ദയനീയ സ്ഥിതിയാണ്. കാരണം ഞങ്ങൾ അത്രയും 10-41 ദിവസം വ്രതം എടുത്ത് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇതെല്ലാം ആക്കുമ്പോൾ അങ്ങനത്തെ ഒരു അയ്യപ്പ സ്വാമീൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഗാനം അടിച്ച് ഇറങ്ങിയിട്ട് കുറേ ആൾക്കാർ അതൊരു ആഘോഷമാക്കി മാറ്റി എന്നുള്ള മനസ്സിലാക്കാൻ സാധിച്ചു. അത്ര നിലപാടിനെ നമ്മളുടെ വളരെയധികം ശക്തമായിട്ട് എതിർപ്പായി, അനുകൂലിക്കുന്നില്ല. പിന്നെ നല്ലൊരു ദർശനം കിട്ടി ഇന്നിവിടെ വന്നിട്ട്. ഇത്രയോ കാലത്തിലിടയ്ക്ക് നല്ല ദർശനം. കുറച്ച് സമയം ലൈനിൽ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു ദർശനം കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. தெய்வீகத்தை அரசியலில் கொண்டு வந்து தெய்விக்கக்கூடாது. தெய்வீக பாட்டை அரசியலில் கொண்டு போய் காட்டக்கூடாது. അത് തപ്പ്. വളരെ മോശമായ രീതിയിലാണ്. അത് UDF കൊണ്ടുവന്ന പാട്ടാണ്. അത് LDF കൊണ്ടുവരുന്ന പാട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വലിയ പ്രശ്നമായി മാറിയായിരുന്നു. UDF കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വിഷയങ്ങളൊന്നും ആയില്ല. അത്ര വളരെ മോശമായ രീതിയിലുള്ള പാട്ടാണ്. ஹலோ, இந்த வீரமணி தாசன் பாடிய இருமுடி கானம் பாட்டானது ரொம்ப ஐயப்பனுடைய சபரிமலை ஐயப்பனுடைய பெருமையும் அவருடைய மகிமையும் மற்றும் அவருடைய புகழையும் அவருடைய பக்தியையும் உணர்த்துவதாக இந்த இருமுடி பாட்டானது பெரிய நமக்கு பெருமையாகும். தமிழ்நாட்டுக்கும் பெருமையாகும், கேரளாவுக்கும் பெருமையாகும். ஐயப்பனுக்கே இந்த உகந்த இந்த இருமுடி கானமானது மிக 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 பெருமையான பாடலாக கருதப்படுகிறது. நன்றி. அதாவது இந்த இருமுடி கானத்தை பற்றி மற்ற நண்பர்கள், பாடகர்கள், மற்ற நண்பர்கள்லாம் ஒரு சில மோசமான நிலையிலும் பாடியுள்ளார்கள். அவர்களுக்கு ஐயப்பன் பகவான் வெளிச்சம் கிடைக்க அடியேன் பிரார்த்தனை செய்கிறேன். பகவானே அவருக்கு வழி கிடைக்குமாறு பிரார்த்திக்கிறேன். அது மோசமான பாட்டு பாடக்கூடாது.